നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ എന്നെ സ്വാധീനിച്ച ഒത്തിരി വചനങ്ങളിൽ ഒരു വചനമാണ് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. എന്നുവെച്ചാൽ ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ നന്മകൾ ലഭിച്ച നമുക്ക് എന്തെങ്കിലും ഒരു ക്ലേശം വരുമ്പോൾ അത് എന്തുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് ഓരോ വിശ്വാസിയോടും കർത്താവിൻ്റെ വചനം ചോദിക്കുന്നതാണ്. എന്നൊക്കെ ഭാഗം വായിച്ച് കേൾക്കാം. ജോബ് 2:10. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ. ഇത് ജോബ് ചോദിക്കണമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ദൈവജനത്തെ അനുധാവനം ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികളുണ്ട്. ഇപ്പം ദൈവത്തിന് അധികാരമുള്ള വിശ്വാസികൾ. ഇപ്പം ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ജോബിനെ ജോബിൻ്റെ ജീവിതത്തിൻ്റെ മേലെ ദൈവം ഒരു സ്വന്തം വ്യക്തി അല്ലെങ്കിൽ ഒരു പടി എന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ദൈവം അവൻ്റെ മേലെ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്, സ്വന്തം ഒരു സ്വകാര്യ വസ്തുവിനെ പോലെ. അതുകൊണ്ടാണ് സാത്താനുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. സാത്താൻ നമുക്കറിയാലോ പ്രതീകാത്മകമാണ്. അതായത് സാധാരണ ഡിസ്കഷനിൽ ദൈവം അഭിമാനത്തോടെ ചോദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഒരു അഭിമാനമാണ് ജോബ്. അതായത് നീ ഭൂമിയിൽ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അതാണ് ചോദ്യം. വായിച്ചത് ആ ഭാഗം ഒന്ന് വായിച്ചേ. ജോബ് 2:3. ജോബ് 2:3. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ. അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് അഭിമാനിക്കുന്നത് ബൈബിളിലെ ഒരു വല്ലാത്ത ഒരു പ്രമേയമാണ്. ഇത് നമ്മളുടെ ഒരു റെഫറൻസ് പോയിൻ്റാണ്. നമ്മളും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അയ്യോ എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? അതുപോലെ ഒരു ആഗ്രഹം ഒരു ദൈവ പൈതലിന് തോന്നിക്കും. എന്താണ്? ദൈവം ജോബിനെക്കുറിച്ച് പറഞ്ഞ പോലെ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലെന്ന്. എന്താണ്? എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? എന്നിട്ട് ജോബിൻ്റെ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും ഒക്കെ ആണ്. പക്ഷേ ആ നീതിനിഷ്ഠ എന്ന് പറയുമ്പോൾ നീതിനിഷ്ഠ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ജോബിൻ്റെ നീതിനിഷ്ഠ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അത് ഈ 2:10. എന്താണ്? ദൈവത്തിൻ്റെ കാര്യം വരുമ്പോഴും ഈ നീതിശാസ്ത്രം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ. അത് ഒന്നിനു വായിച്ചത് 2:10. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ. അതാണ് നീതി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ദാസനെ നീ കണ്ടോ. ആ ഭാഗം ഒന്നിനു വായിച്ചേ. ജോബ് 2:3. ജോബ് 2:3 2:10 നമ്മളെ കണക്ഷൻ. എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ. അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ. ഇപ്പം എന്താ പ്രോബ്ലം വെച്ചാൽ ഈ നീതിനിഷ്ഠ എടുത്ത് പറയുന്നുണ്ട്. ഈ നീതിനിഷ്ഠ ആധ്യാത്മികമൊക്കെ ദൈവവുമായിട്ടുള്ള ജീവിത ഇടപാടുകളിലും ഈ നീതി അവൻ സ്വയം സഹിച്ചുകൊണ്ട് നീതി തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതാണ് ചോദിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി നന്മ സ്വീകരിച്ചവരാണ്.
അപ്പം ദൈവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും തിന്മകൾ വരുമ്പോഴും നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് അലോസരപ്പെടുന്നത്? അതാണ് അവൻ്റെ നീതിബോധം എന്ന് പറയുന്നത്. ഇതൊരു ഉയർന്ന നിലവാരമുള്ള ഒരു മാനവികതയാണ് ജോബ് കാഴ്ചവെക്കുന്നത്. ആത്മീയത മാത്രമല്ല, ഒരു ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ നിയമം അവതരിപ്പിക്കുന്ന ഒരു വലിയ ഒരു സങ്കല്പമല്ല, വലിയൊരു സ്റ്റാൻഡേർഡാണ് ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യൻ ശരിക്കും വളർന്നു തുടങ്ങുന്നത് ജോബിലൂടെയാണ് വളർന്നു വരുന്നത്. അപ്പോൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു, മസ്റ്റ് എന്നല്ല എഴുതി, ഇംഗ്ലീഷിൽ കുറച്ചുകൂടി രസമാണ്. മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. ഞാൻ എൻ്റെ മനസ്സിലൊക്കെ ഞാൻ ആ വാക്ക് ഇങ്ങനെ ഇടക്ക് മനസ്സിലിങ്ങനെ വല്ലാതെ ചുമ്മാ കയറി വരും. ഈ നമ്മളൊക്കെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ വാതിലെ മുട്ടിക്കൊണ്ടല്ലേ ഓരോ മുറി ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ മുറി ചെല്ലുമ്പോൾ മുട്ടുകയല്ലേ. അപ്പോൾ അതുപോലെ പക്ഷെ മുട്ടാതെ എൻ്റെ മനസ്സിൽ കയറി വരുന്നൊരു വാക്കാണിത്. അനുവാദം ചോദിക്കാതെ മുട്ടാതെയും എൻ്റെ മനസ്സിലോട്ട് കയറി വന്ന വാക്കാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു, മസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതാണ് വിഷയം. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഇല്ല, ഇതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇതിനൊരു തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലില്ല? നമുക്ക് നന്മ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ തിന്മയെന്നും പറഞ്ഞ സംഭവത്തെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചും പാമ്പിനെ വരെ സൃഷ്ടിച്ചും പറഞ്ഞു എല്ലാം നല്ലതാണെന്ന് കണ്ടു. ടേക്ക് ദ ഗ്ലോറി ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ഉൽപ്പത്തി 1:31. ഉൽപ്പത്തി 1:31. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അതായത് ഇത് ബൈബിളിൻ്റെ ആദ്യ കാലങ്ങളിൽ തന്നെ ദൈവം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കാര്യം ദൈവം സൃഷ്ടിച്ചതിൽ തിന്മകളില്ല, നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലാണ് തിന്മ വരുന്നത്. ഇപ്പോൾ പാമ്പിൻ്റെ കാര്യം തന്നെ ദൈവം പാമ്പിനെ സൃഷ്ടിച്ചതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? പാമ്പിനെ സൃഷ്ടിച്ചത് ദൈവമല്ലേ. പക്ഷേ എന്താ പറയണത്? നന്മ തിന്മകളെന്നൊക്കെ പറയുമ്പോൾ അത് തിന്മയെ വരണത് എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് സെക്കൻഡ് റെഫറൻസ് കൊടുത്തപ്പോഴാണ് അത് തിന്മയായി പോയത്. ഇതേ വിഷയം വരണത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ളത് ബൈബിൾ മുഴുവനായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന കൽപ്പന ഇങ്ങനൊരു വാട്ടർ മാർക്ക് പോലെ, ഉൽപ്പത്തി പോലെ, ഇപ്പോൾ ആദിപാപം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അവനെന്താ ചെയ്യേണ്ടത്? ബുദ്ധിമാനെ. ഇപ്പോൾ യേശു വന്നപ്പോഴും വിഡ്ഢികളെ കർത്താവ് ഇടയ്ക്ക് ഉപയോഗിച്ചുള്ള വാക്കുകളാണ്. എന്താണ്? വിഡ്ഢിയായ മനുഷ്യൻ, ബുദ്ധിമാനായ മനുഷ്യൻ. അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിഡ്ഢിയായ മനുഷ്യനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരു സ്പിരിച്വലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ശരിക്കും റെഫറൻസിൽ കൊണ്ടുവരണത്. ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും. ബുദ്ധിമാനായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന്
നന്മ വരണത് പോലെ തന്നെ തിന്മയും സന്തോഷത്തോടെ സ്വീകരിക്കും. അത് ബുദ്ധിയാണ്. മനസ്സിലായേ? അതായത് ബൈബിൾ പറഞ്ഞു വെക്കണമെന്നറിയാമോ? ദൈവത്തിൻ്റെ മനസ്സ് ഫോളോ ചെയ്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞ പക്ഷം കുറച്ച് ബുദ്ധി വേണമെന്നാണ്. അതായത് വികാരമല്ല വേണ്ടത്, ബുദ്ധിയാണ് ശരിക്കും വേണ്ട. അവിടെ അതറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം എന്തുകൊണ്ടാണ് ബുദ്ധി വേണമെന്ന് പറഞ്ഞാൽ ആധ്യാത്മിക വിവേചന ശക്തിക്കാണ് ദൈവം വിവേചിക്കാനുള്ള ആദ്യം മുതൽ വിവേചന വിഷയം ഒരു വല്ലാത്ത വിഷയമാണ്. നന്മയും തിന്മയും വിവേചിക്കുക ഉൽപ്പത്തി പുസ്തകത്തിൽ അവതരിപ്പിച്ച ഒരു സബ്ജക്റ്റാണത്. നന്മയും തിന്മയും തമ്മിലുള്ള വിവേചനം, എന്നിട്ട് അത് ആണ് ബൈബിൾ ബുദ്ധി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈശോയിൽ പറയണം. ഈശോയുടെ കാലം വരുമ്പോൾ ഈ ബുദ്ധി പറയുന്നുണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. അതായത് ഇപ്പം പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവിടുന്ന് തന്നെ നയിക്കും അല്ലേ? നിശ്ചലമായ ജലാശയത്തിലേക്ക് അവിടുന്ന് തന്നെ നയിക്കും. പച്ചയായ പുൽപ്പുറങ്ങൾ അവിടുന്ന് തന്നെ കിടത്തും. അപ്പോൾ അത് പോസിറ്റീവ് അല്ലേ? അന്ന് വായിച്ച ഭാഗം വായിച്ച് 23-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. 23-ാം സങ്കീർത്തനമാണ് 2-ാമത്തെ തിരുവചനം. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഓ, സൂപ്പറാണത്. ശരി, നിശ്ചലമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഇപ്പം ഒരു ബ്ലെസ്സിങ്സാണ് ഉദ്ദേശിക്കണത്. നമുക്കറിയാമല്ലോ, പച്ചയായ പുൽപ്പുറങ്ങളും നിശ്ചലമായ ജലാശയത്തും കുടിയും തീറ്റിയുടെ ആടിൻ്റെ കുടിയും തീറ്റിയുമാണ് തീറ്റയും കുടിയുമാണ് ഉദ്ദേശിക്കുന്നത്. വിശ്രമവും 3 കാര്യം ഭൗതികമായ വിഷയങ്ങളാണ്. അപ്പോൾ ഭൗതികമായ വിഷയങ്ങളിലേക്ക് ദൈവം നമ്മളെ നയിക്കും, അനുഗ്രഹത്തിലേക്ക് നയിക്കും. ഇപ്പം അവർക്ക് വീഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് കൂട്ടി വായിക്കാവുന്നതാണ്. ഇവിടെ യോഹന്നാൻ 2:5 അമ്മ കാനായിലെ കല്യാണ വിധി ചെല്ലുമ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് സമയമായില്ല എന്നുള്ള ഒരു വിഷയം ഈശോ പറയുന്നുണ്ടെങ്കിലും പ്രഖ്യാപിത നിലപാടെന്താണ്? പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് മനുഷ്യനെ ഒന്ന് വായിച്ചത് 23:2 സങ്കീർത്തനം. പച്ചയായ പുൽത്തകിടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരളും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. പുല്ലും വെള്ളവും കൊടുത്ത് തീറ്റി വിശ്രമിപ്പിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളിലേക്ക് ദൈവം നയിക്കും. ജോലിയില്ല, വീടില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല എന്നൊക്കെ പറയുന്ന വിഷയങ്ങളില്ലേ, പ്രഖ്യാപിതമായിട്ട് ഇത് നമുക്ക് നേരത്തെ ദൈവം അഷ്വർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ എന്താ പ്രശ്നം? വേറെ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ അഷ്വറൻസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാലാവസ്ഥാ ഭേദങ്ങളെക്കുറിച്ച് നമുക്കൊരു ഇൻ്റലിജൻറ്റ് വേണം. നമുക്ക് എന്താണ്? നമ്മളെ ഈ സാധ്വല സമതലങ്ങളിലേക്ക് പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം തന്നെയാണ് അവിടുന്ന് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ആ മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടുവിൻ്റെ ഭാഗമാണ് അത്. യേശുക്രിസ്തുവിനെ യോർദാൻ നദിയിൽ, അതായത് നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആണ് ആ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ ഇത് കണ്ടല്ലേ, ഇത് നിസ്സാരമായ ഒരു വചനമല്ല. ഇതിൻ്റെ കണക്ഷൻ കിടക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലും നിശ്ചലമായ ജലാശയങ്ങളുമാണ്. അവിടുന്ന് തന്നെ പച്ചയായ പുൽപ്പുറങ്ങൾ അവിടുന്ന് തന്നെ കിടത്തും, നിശ്ചലമായ ജലാശയത്തേക്ക് അവിടുന്ന് തന്നെ നയിക്കും. അങ്ങനെ നയിച്ച് ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോ
പരിശുദ്ധാത്മ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥ മാറി. മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു ചോദിക്കണില്ലേ? ആ ദൈവത്തിൻ്റെ ചോദ്യമാണത്. അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു വിശ്വാസമായിട്ട് തുടരാൻ നിങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. അതാണ് വിഷയം. മസ്റ്റ് വി നോട്ട്, അത് നിസ്സാര കാര്യമല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർദാനിൽ നിന്ന് പിന്നെന്താണ് എഴുതിയിരിക്കണത്? ആ ജോർദാൻ നദിമുഖത്ത് നിന്ന് എങ്ങോട്ടാണ് ഈശോ പോണത്? ഒന്നൊരു വായിച്ചത് ലൂക്ക 4:1. ലൂക്ക 4:1. അതെ അതെ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങി, ജോർദാൻ നദിമുഖത്തിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം നോക്കിയേ, ഇവ മൗനമായി തന്നെ പോവുകയാണ്. യാതൊരു റിയാക്ഷനും ഇല്ല, റെസ്പോൺസില്ല, അതുപോലെ തന്നെ മൽപ്പിടുത്തങ്ങളില്ല, ഒന്നുമില്ല. അതായത് ഈ നദീമുഖത്ത് നിന്ന് പിന്നീട് നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയിലേക്കാണ് ഈശോ പോണത്. അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത്, മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. അതൊക്കെ മുമ്പ് ഈശോയ്ക്ക് ഒരു സ്റ്റാറ്റസ് കൊടുക്കും ദൈവം. ഭയങ്കര രസമാണ് ഈ ബൈബിള്. അതായത് ഈ ജോർദാൻ നദി വെച്ച് ഈശോയ്ക്ക് സ്റ്റാറ്റസ് കൊടുക്കും. എന്താ പറയണത്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ. അതാണ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് വാങ്ങിച്ചിട്ടാണ് ഈശോ മരുഭൂമിയിലേക്ക് പോണത്. ആ വചനം എടുത്തേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇതാണ് ഈശോയ്ക്ക് കിട്ടിയ സ്റ്റാറ്റസ്. എന്താണത്? പദവി എന്താണ്? ഇവൻ എൻ്റെ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇപ്പം സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈനായി അല്ലേ? ഇനി മരുഭൂമി എന്താ? ഇനി നേരെ ഈശോനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണ കാണാം. നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിച്ച് വായിക്കണം കേട്ടോ. ഇത് നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന ജീവിതം ആധ്യാത്മിക ജീവിതമല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതം ആർക്ക് വേണം? നമ്മളെല്ലാം ജീവിച്ചു കൊണ്ട ജീവിതം ഉണ്ടല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതവും ബൈബിൾ ജീവിതവും തമ്മിൽ ചില സമയത്ത് സമാന്തര രേഖയായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ ഭക്തിയുടെ കൊടുമുടിയിൽ നിന്ന് ഈശോ ഇറങ്ങി എങ്ങോട്ടാണ് പോണത്? ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അവൻ്റെ ഈ സ്റ്റാറ്റസ് എന്താണ്? ബിലവഡ് സണ്ണാണ്. ഈ ബിലവഡ് സൺ ആരുടെ ബിലവഡ് സണ്ണാണ്? ദിസ് ഈസ് മൈ ബിലവഡ് സണ്ണാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പൊന്നോമന മകനാണ്. അതാണ് സ്റ്റാറ്റസ്. ഇനി മരുഭൂമി എക്സ്പീരിയൻസ് വരുമ്പോൾ ഇപ്പം ഈ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ്? ദൈവം നമ്മുടെ പിതാവാണ്, നമ്മൾ ദൈവത്തിന് മഹത്വവും
അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം അംഗീകാരമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പശ്ചാത്തലങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിശ്ചയമായ ജലാശയത്തിൽ നമ്മൾ നിൽക്കുകയാണ്. വെള്ളം കുടിച്ച് വിശ്രമിച്ച് നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ കാലാവസ്ഥ ഭേദത്തിലേക്ക് വരും. പിന്നെ എങ്ങോട്ടാണ് പോണത്? മരുഭൂമിയിലേക്ക്. ഈ മരുഭൂമി കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബോധമുണ്ട്. എന്താ കാര്യം? ലൂക്ക 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അതായത് ഈ ജോർദാനിൻ്റെ എല്ലാ സർവ്വസമ്പദ് സമൃദ്ധിയിൽ നിന്നും മടങ്ങുകയാണ്. എപ്പോഴായാലും മടങ്ങേണ്ടി വരും മക്കളെ. ദൈവ പൈതലാണ് നീ. ജോബ് മടങ്ങിയത് കണ്ടില്ലേ? ഇപ്പം ഈശോയും മടങ്ങുകയാണ് ശരിക്കും. അതായത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വന്നാൽ നമ്മുടെ മനസ്സിന് ആദ്യമേ ഉണ്ടാകണം ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന്. ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കാണിക്കുന്നത്? മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ശരിയല്ലേ? അതായത് നമുക്ക് പണി ഉണ്ടാക്കല്ലേ, പണി വരല്ലാതിരിക്കുന്നത്. പക്ഷേ ദൈവപൈതലാണെങ്കിൽ ഈ ബൈബിളിലെ നിർഭയത്വം എന്താണ്? ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡ് സ്വീകരിക്കാനുള്ള കഴിവിനാണ് നിർഭയത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇടിവെട്ടും പാമ്പ് കഴിയുമൊന്നുമല്ല. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. വായിച്ച ഭാഗം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഒന്ന് പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം ഒരു ദൈവ പൈതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം ദൈവവേദനെ, നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു? ആത്മാവ് പണ്ടിവനെ നയിച്ചു. എങ്ങോട്ടാണ് നയിച്ചത്? ജോർദാൻ നദിയിലേക്ക്, നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് തന്നെ ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ കാലാവസ്ഥ മാറി. എന്താണ്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതേ ആത്മാവ് തന്നെ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ധൈര്യം വേണം. കാര്യം നമുക്കിത് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം വെച്ചാൽ നമ്മൾക്ക് ഇനി ഈശോ മരുഭൂമിയിൽ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത്? മരുഭൂമി ചെല്ലുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെ. എന്താ കാരണം? മരുഭൂമിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പരീക്ഷണങ്ങളാണ് വരണത്. പിന്നെ മരുഭൂമി എന്ന് പറഞ്ഞാൽ പിന്നീട് വചനം ഞാൻ ഓർത്തില്ല ഈ ബൈബിൾ ഇത്രയും ഡെപ്താണെന്നറിയത്തില്ല. വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ കണ്ടില്ലേ 3:22 ഓരോ ദിവസവും കർത്താവ് പുതിയ സ്നേഹമെന്ന് പറയുന്നത്. ഇതുപോലെയാണ് പുതിയ സ്നേഹവും പുതിയ സംഭാഷണവും. ഒരേ വചനം തന്നെ ആയിരിക്കും, പക്ഷേ ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തങ്ങളായ വചനത്തിന് പ്രത്യേകമായ കമ്മ്യൂണിക്കേഷൻ മോഡ് തരും. ഒരേ വചനത്തിൻ്റെ ഫ്രെയിം എടുത്തിട്ട് അതിലൂടെ മൾട്ടി കമ്മ്യൂണിക്കേഷൻസ് നടത്തും. സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും. സംഭാഷണവും വാക്കുകളെല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. അങ്ങനെ വചനം കമ്മ്യൂണിക്കബിൾ ആകണത്. സംഭാഷണമൊക്കെ എല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. പലപ്പോഴും അതാണ് ഈ ഓരോ പ്രഭാതത്തിലും. ഇപ്പം നിങ്ങൾ ഓരോ പ്രഭാതത്തിലും അതായത് വിലാപങ്ങൾ എടുത്തേ,
വിലാപങ്ങൾ 3:22-23. വിലാപങ്ങൾ 3:22-23. കർത്താവിന്റെ സ്നേഹം കർത്താവിൻ്റെ സ്നേഹ ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ ഓരോ പ്രഭാതത്തിലും പ്രഭാതത്തില് അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിന് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ ദൈവാനുഭവങ്ങളും പുതിയ ലൈഫ് ഒരിക്കലും ഒരു മൊണോട്ടണസ് ആകത്തില്ല. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ലൈഫ് മൊണോട്ടണസ് ആയിരിക്കും, ചിലർക്ക് ബോറടിക്കത്തില്ലേ. കാരണം ദൈവമായിട്ട് നമുക്ക് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം മാറുന്നത് ബോറായിരിക്കും. നമ്മൾ എത്ര വലിയ ഒരു ആൾക്കാരായാലും ഇപ്പോൾ ഭൂപേന്ദ്ര സിംഗ് അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു, പഞ്ചാബിയായിരുന്നു. അയാളുടെ ഒരു കുതിരവണ്ടി മുഴുവൻ രത്നങ്ങളായിരുന്നു അദ്ദേഹം മരിക്കണ കാലത്ത്. അതിങ്ങനെ തറപ്പടിയിട്ട് മൂടി ചെയ്തിരിക്കുക, അറിയത്തില്ല. പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആരോ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ രത്നം മുഴുവൻ കാണുന്നത്. അത്രയ്ക്ക് സമ്പന്നനായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? ബോറ് ഭയങ്കര മുഷിപ്പാണ്. ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, അതിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡൊമിനിക് ലാപ്പിയോൻ്റെ പുസ്തകമാണ് അതിനകത്ത്. അപ്പോൾ അദ്ദേഹത്തിന് പേർഷ്യയിൽ നിന്ന് വൈദ്യന്മാർ വന്നിട്ട് പ്രാവിൻ്റെ കരൾ അരച്ച് കൊടുത്താണ് ഈ മനുഷ്യൻ്റെ ബോറ് മാറ്റാൻ നോക്കണത്. മാറിയില്ല, നടന്ന കാര്യമാണ്, ചരിത്രമാണത്. ബോറ് മാറാത്തൊരു സാധനമാണത്. പക്ഷേ ദൈവം ആണ് ശരിക്കും ബോറ് മാറ്റാൻ ഏറ്റവും നല്ല ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവ സ്നേഹത്തിലായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ചിന്ത പുതുക്കും, അഭിരുചികൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് മാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല, സിറ്റുവേഷനെ കാണാനുള്ള ഒരു അഭിരുചികളും അതുപോലെ തന്നെ ആശയ സംവേദനങ്ങളും അത് നമ്മളിലുണ്ടാക്കുന്ന ഈ സിറ്റുവേഷൻസും നമ്മളുണ്ടാക്കുന്ന അനുഭൂതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതായത് സിറ്റുവേഷണൽ അനോയിൻറ്റിങ് എന്ന് പറയും. ഇപ്പോൾ ഒരു വൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്നെ ഇപ്പോൾ ചില ആൾക്ക് വയസ്സന്മാരൊക്കെ സ്നേഹിക്കണില്ലേ ശരിക്കും? അതെന്താ കാര്യം? വയസ്സന്മാർ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നതിനേക്കാളും വയസ്സന്മാരായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നവരുണ്ട്. അതെന്താ കാര്യം? അവരുടെ ബോഡിയുടെ ഒരു വസന്തകാലം കഴിഞ്ഞെങ്കിലും അനോയിൻറ്റിങ് അവിടെ നിലനിൽക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ. അവർക്ക് പുതിയൊരു അഭിഷേകം കിട്ടിയിരിക്കുന്നതാണത്. ഈ വാർദ്ധക്യം എന്ന് പറയണ പോലും ഒരു സങ്കല്പം മാത്രമാണ്. അനുഭവതലത്തിലെ അഭിഷേകമാണ് സത്യം എന്ന് പറയണത്. എന്താണ്? 75 വയസ്സായാലും ചില ഹസ്ബൻഡും ഒക്കെ അവർ പണ്ട് സ്നേഹിച്ചേക്കാൾ നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്നുണ്ട്. അതിന് പുതിയൊരു അനുഭൂതി, അഭിഷേകം കിട്ടിയിരിക്കുകയാണ്, പുതിയ അഭിഷേകം. ഈ പുതിയ അഭിഷേകം എന്നുള്ളത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടികൾക്ക് സർവൈവ് ചെയ്യാനും ബോറ് മാറ്റാനും വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയാണ് പുതിയ അഭിഷേകം. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ തൈലം ഒഴിച്ചു. വയസ്സ് ചിലപ്പോൾ 90 ഉണ്ടാകാം, പക്ഷേ അഭിഷേകം ചിലപ്പോൾ 19 വയസ്സിൻ്റെ അഭിഷേകമായിരിക്കും. വയസ്സ്. അപ്പോൾ എൻ്റെ മക്കളെ, എന്തിന് നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ഇപ്പോൾ വിലാപങ്ങളുടെ 3:22 കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സങ്കീർത്തനം 92:10 കൂട്ടുവെക്കേണ്ടത്. എന്താ കാര്യം? വിലാപം എന്താ പറയുന്നത്? ഓരോ പ്രഭാതത്തിലും അവിടെ നിനക്ക് പുതിയ സ്നേഹം തന്നു. എങ്ങനെയാണ്? അവിടുന്ന് പുതിയ അഭിഷേകം എന്നിൽ തൈലം ഒഴിച്ചു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ജോലി, ഇപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബോറല്ലേ? എല്ലാവരും എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കുറയുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം? കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡൗൺ ആകും. ഇപ്പോൾ കോർപ്പറേറ്റുകളൊക്കെ എന്താ ചെയ്യിക്കണത്?
കോർപ്പറേറ്റുകളൊക്കെ ആൾക്കാരെ കൊണ്ട് പണിച്ചിരിക്കണായിട്ടില്ലേ, ടൈയൊക്കെ കെട്ടിക്കൊടുത്ത് അവരുടെ സ്റ്റാറ്റസൊക്കെ വർദ്ധിച്ചെന്ന് അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വല്ല 10-12 രൂപ കൊടുക്കും. ഭയങ്കര കഷ്ടപ്പാടാണ് അത്. സ്റ്റാൻഡേർഡായിട്ടൊക്കെ വന്ന് ഇറങ്ങാം, ഒക്കെ കുഴപ്പമൊന്നുമില്ല. അതായത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ 11 മണിയാകുമ്പോൾ അവർക്ക് ചിക്കൻ കൊടുക്കും, ഒരു ജ്യൂസും കൊടുക്കും, ഒരു ചിക്കൻ ഫ്രൈയും കൊടുക്കും, ഒരു ജ്യൂസും കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മളൊക്കെ അപ്പോൾ വെൽ ട്രീറ്റഡ് എല്ലാവരും അങ്ങനെയാണല്ലോ പറയണത്, വെൽ ട്രീറ്റഡ്. എന്തിനാണ് വീട്ടിൽ വെൽ ട്രീറ്റ് ചെയ്യണത്? എന്തിനാണ്? ഇവൻ ചായ കുടിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇവൻ ചായ കുടിച്ച് പോയാൽ പിന്നെ 1/2 മണിക്കൂർ പോവുകയെ. ഇവന് കൊണ്ടുവന്ന ഈ സാധനം മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പോകത്തില്ലല്ല. 30 മിനിറ്റ്സ് 30 മിനിറ്റിന് പകരം 5 മിനിറ്റ് കൊണ്ട് ആ ചപ്പർ ക്ലോസ് ചെയ്യും. ബാക്കി 25 മിനിറ്റ് കോർപ്പറേറ്റിന് ലാഭമാണ്. പക്ഷേ എന്നാലും സെയിം വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇവന് ബോറടിക്കും. അവനെന്ത് ചെയ്യും? ടേബിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും, എന്നിട്ട് സ്റ്റാർ കൊടുക്കും. ശമ്പളം വല്ല 10-50 രൂപ അല്ലെങ്കിൽ 5000 രൂപയൊക്കെ കൂട്ടി കൊടുക്കുകയുള്ളൂ. പക്ഷേ എന്ത് ചെയ്യും? ബോറ് മാറ്റാൻ വേണ്ടി അവൻ്റെ വർക്കിംഗ് ഔട്ട്പുട്ട് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് പുതിയ ടേബിളെ കൊടുക്കും. പുതിയ ടേബിളും പുതിയ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചില ആൾക്കാരെ പറയുന്നത് 7 മാസം കൂടുമ്പോൾ മുറിയല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മുറികൾ 7 മാസം കൂടുമ്പോഴൊക്കെ മാറാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എപ്പോഴും എഴുതുമ്പോൾ സെയിം സിറ്റുവേഷൻസ് വരുമ്പോൾ എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ്. ഒരു ചെറിയൊരു ആൾട്രേഷൻസ് വരുത്തും. കാര്യം എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് എടുത്ത് അവിടെ ഇടുന്നൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള പുസ്തകങ്ങൾ അടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ റീഅറേഞ്ച് ചെയ്യും. ബോറിൻ്റെ പ്രശ്നമല്ലത്. പക്ഷേ എന്നാലും ശരി, മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഒരാളെ കാണുമ്പോൾ ബോറടിക്കുക, സ്നേഹം കൊടുത്ത് കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല. കാര്യം ഈ ബോറെന്നുള്ള സംഭവം വർദ്ധിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്കൊരു മൊണോട്ടണസ്സായിട്ടൊക്കെ തോന്നുന്നത്. പക്ഷേ ആധ്യാത്മികതയിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പാക്കേജ് കൂടി ഇട്ടുകൊണ്ടാണ് ദൈവം സൃഷ്ടികൽപ്പന ചെയ്തിരിക്കുന്നത്. അതാണ് ഓരോ പ്രഭാതത്തിലും പുതിയ കാഴ്ചപ്പാട്. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ പുതിയ കണ്ണുകൊണ്ട് നമ്മൾ കാണും. അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെ, നീ ഇപ്പോൾ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിച്ചോ, ആ ജോലിയിലൊക്കെ ഓരോരോ പുതിയ ത്രില്ലുകൾ തന്നുകൊണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈ ആത്മാവ് ഇവനെ നയിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ, ഇവനൊരു നല്ല സ്റ്റാറ്റസ് കൊടുത്തിട്ടാണ് ഇവനെ ആത്മാവ് കൊണ്ടുപോകുന്നത്. നമ്മളത് വായിച്ചതാണല്ലേ, അല്ല ഈ ദിവസം കണ്ടതല്ലേ അത്. അതായത് ഇതിനെ ഈശോ ശാന്തമായിട്ടാണ് ഈ വിഷയത്തെ അക്സെപ്റ്റ് ചെയ്യണത്. ശാന്തമായിട്ട്. മരുഭൂമിയിലേക്കാണല്ലോ പോണത്. അവിടെ ചെല്ലുമ്പോൾ ഇനിയും വല്ലാത്ത പെടുമരണമായിരിക്കുക. അപ്പോഴെല്ലാം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ള മസ്റ്റ് വി നോട്ട് സോറോ ടു ടേക്ക് സോറോ ടു, അത് ജോബിൻ്റെ കാറ്റഗറിക്കൽ ക്വസ്റ്റ്യനാണ്. ഈശോ ജോർദാൻ നദിയുടെ സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി അരുളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഭൂമിയെ കൊണ്ടുവരുമ്പോൾ ഹി വാസ് കൂൾ ഡൗൺ. ശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹിതമായ സംയമനം, അത് ദൈവം കൗണ്ട് ചെയ്യണതാണ്. അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ്. എന്താണ്? കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഇപ്പം കെട്ടിച്ച പെണ്ണുങ്ങൾ കെട്ടണമെങ്കിൽ തന്നെ മനസ്സിൽ തീരുമാനിക്കും, ഞാനൊരു കാരണവശാൽ അവളെ പൊറുക്കത്തില്ല, വീട്ടിൽ തന്നെ പൊറുക്കത്തുള്ളെന്ന് വിചാരിക്കും. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ അവൾ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയറ് വീർത്ത് തിരിച്ച് വരുവരും. അന്നേരം ആരോടും പറയത്തില്ല, കെട്ടിയാൽ പിന്നെ ഇവളെ പോകത്തില്ല. അതൊക്കെ എന്താ കാര്യം? ഇതിവിടെ താമസിച്ച് അവിടെ മനസ്സ് അങ്ങനെ പാകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണം. അവൻ്റെ ജീവിതം കോഞ്ഞിട്ടേ അത് പോയി. എത്ര മനുഷ്യരെ നശിപ്പിച്ചിരിക്കണേ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ പൗഡർ ഇട്ടൊക്കെ മിടുക്കനൊക്കെ നടന്നിട്ട് കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ ഭീരുത്വം പിന്നിൽ എല്ലാം വരണത് എല്ലാ വിഷയങ്ങളെല്ലാം. അപ്പം ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻറ്റിങ് കൊണ്ടാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമെന്ന് ഈശോ പറഞ്ഞില്ലേ. ഇപ്പം നീ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചിലപ്പോൾ ഒന്ന് ടേംസായി പോകാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം. ഇപ്പോൾ കണ്ട ഈശോ ജോർദാനിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ,
അത് നെഞ്ചത്ത് ഇടിച്ച് തരുന്നത്, അയ്യോ ഞാൻ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ടല്ലോ. ഈ ജോർദാൻ നദീമുഖത്ത് നിന്ന് മരുഭൂമിയിലേക്ക്, യൂദയൻ മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ഇല്ലേ, ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയണത് എന്താണ്? ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന്, ട്രാൻസിഷനിൽ വരേണ്ടത്. ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ്. ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ, പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും, ഷിഫ്റ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഷിഫ്റ്റിങ്ങിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും, ചിലർക്ക് പ്രതിരോധിക്കാം, കയർക്കാം. ആ കയർക്കും പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം, പക്ഷെ വളരത്തില്ല, ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല. അതാണ് ഏറ്റവും വലിയ, എന്താണ് ട്രാജഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ നിൻ്റെ കാര്യത്തിൽ ഇടപെടത്തില്ല. എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറയും. കാര്യം ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഉടമസ്ഥാവകാശമൊക്കെ ദൈവം എഴുതി തള്ളും. നിസ്സാര കാര്യം അതാണ്. ഉടമസ്ഥനാണെങ്കിൽ ദൈവത്തിന് അഭിമാനം ഉണ്ടാകും. ഈ രണ്ട് ഉടമസ്ഥരെ ഞാൻ അവതരിപ്പിച്ചായിരുന്നു ഈ ദിവസങ്ങളിൽ, ഈ സമയത്ത്. എന്തൊക്കെയാണ്? ഒന്ന് യേശു, ഒന്ന് ജോബും. ജോബിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനെ കണ്ടോ? ദൈവം അവൻ്റെ ഓണർഷിപ്പ് ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. യേശുവിനും അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് രണ്ടും ഒരേ ടൈപ്പ് മനുഷ്യരാണ് ശരിക്കും. അതായത് ദൈവപിതാവിന് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ, ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിക്കുന്ന കാരണം ഇവർ രണ്ടുപേരും, ജോബും അതുപോലെ തന്നെ ഈശോയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും. ദൈവം ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല, ഓണർഷിപ്പ് സംഭവിക്കില്ല. അപ്പം ദൈവത്തിനൊക്കെ ഇഷ്ടമാണ്. ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം, വെടി വേണേൽ പെടി കൊടുക്കാം, പുക വേണേൽ പുക കൊടുക്കാം, പൂ വേണേൽ പൂ കൊടുക്കാം, തിരി വേണേൽ തിരി കൊടുക്കാം, ഈ നക്കാപ്പിച്ച സാധനങ്ങളെല്ലാം കൊടുക്കും. എന്നിട്ട് ദൈവത്തിന് അടിച്ചു മാറ്റാവുന്ന ഇങ്ങനെ വിദ്യാധാരണയിൽ ഇങ്ങനെ ഭക്ത ജീവികൾ ഇങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാനത ഓണർഷിപ്പിലേക്ക് വരത്തില്ല. ഓണർഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിഡ്ഢിയാനും ബുദ്ധിമാനെന്ന് പറയണത്. ബുദ്ധിമാനായ മനുഷ്യനെന്ന് പറയും. ബുദ്ധിമാനായ എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട്. തന്ത്രപരമായ ബുദ്ധിയാണത് ശരിക്കും പറഞ്ഞാൽ. ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിൽ ഏറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസിന് ആ പ്രലോഭനം വരുന്നത് അവിടെ വെച്ചാണ്. ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിയുമ്പോഴാണ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങണത്. എന്താണ് പ്രലോഭനത്തിൽ പറയണത്? എന്താണ് ഈശോയുടെ പ്രലോഭനങ്ങളിൽ ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 4:3. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. കണ്ടാ, ഈശോയോട് എന്താ, ഇവൻ ദൈവപുത്രനാണെന്നല്ല നേരത്തെ പറഞ്ഞത്. അതാണ് ഇപ്പം വീണ്ടും ക്വസ്റ്റബിൾ ആയിരിക്കണത്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലമാണിത്. എന്താണ്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞില്ല. ആര് പറഞ്ഞു? പരമപിതാവ് പറഞ്ഞു. അപ്പോൾ അത് സ്റ്റാറ്റസ് ബ്രാൻഡഡായി. എന്നിട്ട് സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ ഉടനെ കാലാവസ്ഥ ഭേദം ഉണ്ടാവും. ദൈവത്തിൽ എനിക്കും ഉണ്ടാവും, നിനക്കും ഉണ്ടാവും. നിൻ്റെ സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് അങ്ങനെ നിൽക്കത്തില്ല. ആ സ്റ്റാറ്റസിൻ്റെ വാല്യൂ എന്താ, പ്രൈസ് എന്താണ്, അത് നമുക്ക് കൊടുക്കേണ്ടി വരും. ബൈബിളിൽ ഓശാരം ഒരു സൗജന്യം ഇടയ്ക്ക് വിളിച്ച് പറയണമെന്നല്ലാതെ ഒരു സാധനം സൗജന്യമില്ല. സത്യം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. സൗജന്യം എന്ന് ഇടയ്ക്ക് വിളിച്ച് പറയാം ബൈബിള്. പക്ഷെ ഒരു സാധനം സൗജന്യമില്ല, എല്ലാം പേയ്മെൻറ്റാണ്. എല്ലാം ഇപ്പം തന്നെ നോക്കിയേ, ദിസ് ഇസ് മൈ ബിലവഡ് സൺ സ്റ്റാറ്റസാണ്. പക്ഷെ ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറയും. എന്താ കാര്യം? ഈ സ്റ്റാറ്റസ് അവിടെ ചെല്ലുമ്പോൾ പിശാച് വീണ്ടും വരും രംഗത്ത്.
ഈശോയുടെ ആന്തരിക സംഘർഷങ്ങൾ തന്നെ ഈ രീതി ഇതിന് സമാന്തരമായി സഞ്ചരിക്കുന്നതാണ്. എന്താ ചോദിക്കണത്? സ്റ്റാറ്റസിനെ ഡാമേജ് ചെയ്യാൻ പോവുകയാണ്. എന്താ പറയണത്? നീ ദൈവപുത്രനാണെങ്കിൽ, അപ്പം അതല്ലേ സ്റ്റാറ്റസ്. ജ്ഞാനസ്ഥാനത്തിൽ അപ്പം കൊടുത്ത സ്റ്റാറ്റസ് എന്താണ്? ദിസ് ഈസ് മൈ ബിലോഡ് സൺ. എന്നെ നിന്നെക്കുറിച്ച് അപ്പന് തന്നെ കൊടുക്കണത്. അപ്പോൾ പിന്നെ പക്ഷേ അത് ഇങ്ങനെ ആഡംബരമായിട്ട് സൗജന്യമായി എടുത്ത് അണിയാനൊന്നും പറ്റത്തില്ല. അതിന് പൈസ കൊടുക്കാൻ പറയും. കോട്ടോട്ട് നടക്കണ്ട, കൊട്ടനെ കാശ് തരാൻ പറയും. നീ ദൈവപുത്രനാണെങ്കിൽ എന്താ പറയേണ്ടത്? ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. അപ്പോൾ അതായത് ഈ സ്റ്റാറ്റസ് ഒന്നെങ്കിൽ ലോ ചെയ്യാൻ പറയും. എന്നിട്ട് മാന്ത്രികൻ്റെയും അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ നേടുന്നതിൻ്റെ ഈ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടുന്നതിൻ്റെ, മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചു പറ്റുന്നതിൻ്റെ ഒരു പ്രലോഭനത്തിലേക്ക് ഈശ്വരനെ കൊണ്ടുപോയി. നീ ദൈവപുത്രനാണെങ്കിൽ, അപ്പോൾ ഈ ദൈവപുത്രനാണെന്നുള്ള സ്റ്റാറ്റസ് തെളിയിക്കാൻ വേണ്ടി നമുക്കൊരു പ്രലോഭനം അയാൾ തരും. ഒരു പ്രലോഭനം നമുക്ക് തരും. അത് നമ്മുടെ ഭക്തിയാകാം, നമ്മുടെ പ്രാർത്ഥനയാകാം. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ പറയണത്, നിങ്ങൾ ആവശ്യമില്ലാതെ അടയാളങ്ങൾ ചോദിക്കുക എന്ന് പറയും. ആവശ്യമില്ലാതെ അടയാളം ചോദിക്കുക ദൈവത്തിരിക്കുന്നത്. ഒത്തിരി പേര് ആവശ്യമില്ലാതെ അടയാളം ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ തന്നെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നറിയാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു മോള് മാതാവിന് ഒരു പണി കൊടുക്കാൻ വേണ്ടി, നടക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഇതൊക്കെ വരെ നടക്കുക എന്നറിയാൻ വേണ്ടി എനിക്ക് വീടില്ലെന്ന് എഴുതി വെച്ച്, ഉടമ്പടിയിൽ വീടില്ലെന്ന് എഴുതി വെച്ച്, കിട്ടിയില്ലെന്നറിയാം. ഇവിടെ വന്നപ്പോൾ അത് അതായത് നടക്കാത്തൊരു കാര്യമാണെന്ന് അവളുടെ മനസ്സിലുണ്ട്. പക്ഷേ അതേസമയം തന്നെ അത് നടക്കാത്തതിലൂടെ ഉടമ്പടി തെറ്റാണെന്ന് ധരിക്കാനുള്ള ഒരു ലോകാരിമ്യം കൂടി അവളുടെ മനസ്സിലുണ്ട്. അവളങ്ങനെ ചിന്തിക്കാൻ കാര്യം ദുഷ്ടബുദ്ധി ആയതുകൊണ്ട് ചിന്തിക്കുകയല്ല, അവർക്ക് ഈ ജന്മത്തിൽ ഒരു വീട് കിട്ടാനുള്ള സാധ്യതയില്ല, അതുകൊണ്ടാണ്. പിന്നെ മുട്ടക്കണ്ണൻ്റെ മാവിട്ടെറിയ പോലെ ഒരു എറിഞ്ഞ് നോക്കിയതാണ്. പക്ഷേ എറികൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ അവർക്ക് വീട് സെറ്റാകാനുള്ള തീരുമാനമായി. അപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. അമ്മയുടെ അടുത്ത് വെറുതെ കാഷ്വലായിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പം ചില സമയത്ത് നമ്മൾക്ക് ഭക്തിയും പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ 2-3 തരം പ്രലോഭനങ്ങൾ വരും. ഒന്ന്, ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നും. ചിലപ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതല്ല പ്രശ്നം. ഒരടയാളം കിട്ടിയതിന് ശേഷം ഞാൻ ദൈവത്തേക്ക് വരാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ വന്നില്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും എനിക്ക് മനസ്സിലാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കരുത്. ദൈവത്തിനെ പരീക്ഷിക്കാൻ മനുഷ്യന്മാർക്ക് പണ്ട് മുതലേ ഉള്ള അതിന് മറുപടി എന്താ ഈശോ പറയണത്? 4:12 യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഇപ്പം മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ്? ദൈവത്തെ പരീക്ഷിക്കുക. അത് എല്ലാവരും ചെയ്യണമെന്നറിയാമോ? ആൾക്കാർ ഇതൊക്കെ ചെയ്യണത്, ദൈവം ആദ്യം ഒരു അടയാളം തരട്ടെ എന്ന് പറയും. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ. അപ്പോൾ ആൾക്കാർക്ക് അത് ലോജിക്കാക്കാൻ നോക്കും ആൾക്കാർ. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ, അപ്പോൾ എൻ്റെ മാർക്ക് കൂടുവാൻ നോക്കട്ടെ. മാർക്ക് കൂടും, പക്ഷേ നീ ബ്രാൻഡഡ് ആകും. അതാണ് പ്രശ്നം. ദൈവം ഒരു അടയാളം തരട്ടെ എന്ന് മനുഷ്യനെ ജനിച്ച കാലം മുതൽ മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട്. ഇപ്പം കുഞ്ഞുങ്ങളില്ല, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ നമ്മൾ വന്നിട്ട് പ്രാർത്ഥന നോക്കിയിട്ട് നമ്മളതിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആൾക്കാർ രൂപക്കൂട് എടുക്കത്തില്ലേ? ഞങ്ങളുടെയൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പെരുന്നാളിനൊക്കെ ആൾക്കാർ രൂപക്കൂട് എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് രാജാവിനെ പോലെ രൂപക്കൂടിൻ്റെ പുറകെ നിൽക്കും. അച്ഛന്മാർ കൊണ്ടുപോകണത്. അതായത് നിൽക്കുമ്പോൾ ഈ രൂപക്കൂടെ ഇങ്ങനെ രൂപ എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് കുറേ മനുഷ്യരുണ്ടല്ലോ,
രൂപ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ രൂപക്കൂട് താങ്ങിപ്പിടിക്കാൻ കുറേ ആൾക്കാരല്ലേ. അപ്പോൾ നമുക്കവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. വെച്ച് കഴിഞ്ഞാൽ ഈ രൂപക്കൂടി ഇരിക്കണം മിക്കവാറും 5-8 പേരുടെ തോളയിലായിരിക്കും. മറ്റണ്ണന്മാരൊക്കെ വെറുതെ ഈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ, കൈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ അവന്മാർ തൊടത്തില്ല. നേർച്ചോട്ടെന്ന് പറഞ്ഞ് കയറി പിടിച്ച് തൂങ്ങിക്കിടക്കി ഇനി അവന്മാരെ കൂടി നമ്മൾ തൂക്കി ഈ പാവപ്പെട്ടവൻ കൊണ്ടുപോകേണ്ടി വരും. ഈ ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊടുത്ത് നിൽക്കണ കുറേ ആൾക്കാരുണ്ട്. കൈ കൊടുത്ത് നിൽക്കുക, അവന്മാർ വിശ്വാസപൂർവ്വം ഒന്നും എടുക്കത്തില്ല. ഒരു കൈ കൊടുത്തിട്ടേക്ക്, നടക്കട്ടെ, ഒക്കട്ടെ. ഞാൻ പിടിച്ചെന്നായി, തൊട്ടെന്നായി, കാവ്യെന്നായി പേരുണ്ട്, രൂപക്കൂട് കാവ്യെന്ന പേരുണ്ട്. പക്ഷെ ഒരു കൂഞ്ഞാൻ വിരലിൽ പോലും ഒരു ഭാരം എടുക്കത്തില്ല. എഴുന്നള്ളത്തിന് നടക്കുന്ന സംഭവമാണ്. രൂപക്കൂട് കാവ്യൻ നേർച്ച ഉണ്ടെന്ന് ഞാൻ മാറി നിൽക്കണത്. അത് അവളില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എനിക്ക് നേർച്ചയാണ് പറയും. എന്നാൽ നേർച്ചയെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരിക്കുന്നത് കാവത്തില്ല, തൊട്ട് വെക്കും. രൂപക്കൂട് തൊടി മറ്റുള്ളവർ കാവിക്കൊണ്ട് പോകുമ്പോൾ തൊടും. പലരുടെയും പത്തി ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് വെക്കും. ഇത് ദൈവത്തെ ഈ കൈകൊടുപ്പ് എന്ന് പറയണത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു 50-40% ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. പ്രാർത്ഥിക്കും, ഒരു കൈ കൊടുത്തിട്ടേക്കും. പക്ഷെ അത് നടക്കണ്ടെന്നാ അങ്ങനെയൊന്നുമല്ല. അതായത് എന്തെങ്കിലും ഒരു അടയാളം കിട്ടി. ഇനി അടയാളം ഏറ്റവും വലിയ അപകടകാരികൾ ആരാണെന്നറിയാമോ? അപകടകാരികളെന്ന് പറയണത് ദൈവം ഈ വിഷയം എടുക്കുവേ, ജോലി കിട്ടുവേ, കടങ്ങളൊക്കെ മാറും. 5-6 മാസം കഴിയുമ്പോൾ പറയുവേ, അല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടിയേനും അത് ഞാൻ റാങ്കുകാരൻ്റെ 3ാം റാങ്കുകാരൻ്റെ താഴെ ഇരുന്ന് എൻ്റെ പേര്, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനും. അതെന്ന് വെച്ചാൽ അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ ഇവർ തരി നിറം പുറത്ത് വരും. അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ പറയും, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനും, അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനും, അല്ലെങ്കിൽ വീട് വെച്ചേനോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചേനോ, അല്ലെങ്കിൽ മക്കളുണ്ടായേനോ. ദൈവത്തെ വെറുതെ ഞൊട്ടിച്ച് കളയും. അതാണ് കൈകൊടുപ്പ് വിശ്വാസികൾ. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേടിക്കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ലക്ഷണം മാറും. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ആധ്യാത്മികമായിട്ട് വളരാത്തതല്ലതേ, അത് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല. അതാണ് നമ്മൾ വളർത്തത്തില്ല. നമ്മൾ തന്നെ പറയണത് ആരാണ്? നമ്മളിൽ എപ്പോഴും ഈ ജോബിനെ പ്രലോഭിപ്പിച്ച സാത്താനും യേശുവിനെ പ്രലോഭിപ്പിച്ച സാത്താനും ഒക്കെ നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ ജോബും യേശുവും ഈ തങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് തിന്മയുടെ ശക്തിക്ക് അതിജീവിച്ച. അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തിന്മയുടെ ശക്തി ഉണ്ടെന്നല്ല, ഈ മാനുഷിക അവസ്ഥയിലെ മനുഷ്യാത്മാവെന്നും പറഞ്ഞ സാധനമില്ല, ലോകാത്മാവ് എന്ന് പറഞ്ഞ സാധനം. ഈ ലോകാത്മാവ്, ഈ ശരീരം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും, ലോകാത്മാവ് ഉണ്ടാവും. ഇപ്പോൾ ദുഷ്ടാത്മാവ് ഉണ്ടാവും, ലോകാത്മാവ്, ദൈവാത്മാവ്. അപ്പോൾ ഈ ശരീരത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെറിറ്റ്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മെറിറ്റ്സിനെ ചില സമയത്ത് അത് അങ്ങനെ എപ്പോഴായാലും നമുക്കത് കിട്ടുമായിരുന്നു. അത് പ്രാർത്ഥിച്ചില്ലേലും കിട്ടിയേനോ എന്നുള്ള ഒരു ഐഡിയ കുറേ കാലം കഴിയുമ്പോൾ നിന്നെ ശക്തിപ്പെട്ടു വരും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നീ ഇങ്ങനെ ഒരാളാണെന്നുള്ള ദൈവത്തിന് നേരത്തെ അറിയാം. അതാണൊരു പ്രശ്നം. ദൈവത്തിന് നേരത്തെ അറിയാം. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഓർത്ത് വേണം നമ്മൾ ഇടപെടാൻ. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ, ദൈവവും നമ്മൾ തമ്മിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നമ്മൾക്ക് ഇന്ന് പോയാൽ ഇന്നത്തെ ഒരു നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നത്തെ നമുക്ക് കിട്ടും. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ ആ സാധനമുണ്ട്. അതാണ് കുഴപ്പം. അതൊരു വല്ലാത്ത കുഴപ്പമാണ്. 10 കൊല്ലം കഴിയുമ്പോൾ നീ എങ്ങനെ ദൈവത്തോട് പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്.
എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെടുന്ന സംഭവം എന്താ പറയുക, ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയാൻ തരാണെന്നറിയാവോ, ഈ മനുഷ്യന്മാരോട് ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ്. ചെന്ന് പടിമടിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ചെന്ന് ആൾക്കാർക്ക് ഒരു ഹ്രസ്വദൃഷ്ടിയാണ്. എന്നുവെച്ചാൽ മനുഷ്യന്മാർ ഇടപെടുന്ന പോലെ ദൈവത്തോട് പോയി ഇടപെടും. ദൈവം ഇതെല്ലാം ഹരിച്ചും കുടിച്ചും ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ മൊത്തം റിസൾട്ട് വന്നിരിക്കണമല്ലേ. 10 ദിവസം ചോദിക്കത്തില്ലേ കർത്താവ്, എന്താ ചോദിക്കണേ? ശെബയോനെ, ആരാണ് ശെബയോന് നികുതി കൊടുക്കുന്നത്? മക്കളാണോ അടിമകളാണോ? അപ്പോൾ ശെമയോൻ പറയും അടിമകളല്ലേ അപ്പം കൊടുക്കണത്. അപ്പോൾ ഈശോയ്ക്കും അപ്പോൾ മക്കൾ ഓക്കെ അല്ലേ, ഫ്രീ അല്ലേ? അപ്പോൾ ശെമയോൻ പറയാം മക്കൾ ഫ്രീ ആണ്. പക്ഷെ അങ്ങനെ ഫ്രീ ആകണ്ടേ, മര്യാദക്ക് പോയി കഷ്ടപ്പെട്ട് ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യം പിടിക്കണം. അതിൻ്റെ ഉള്ളിൽ വാവിളിച്ച് നോക്കുമ്പോൾ സ്ഥാദ്യവും സ്വർണ്ണനാണയം കാണും. അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊണ്ട് നീതി കൊടുക്കാൻ പറയും. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കേണ്ടതെന്ന് പറയും. അപ്പം മറ്റുള്ളവർക്ക് നമുക്ക് ന്യായമായി കിട്ടാവുന്ന ആനുകൂല്യത്തിന് പോലും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ആ ആനുകൂല്യം സ്വീകരിക്കാതിരിക്കണമെന്നൊരു നിലപാടുണ്ട്. അതൊരു വല്ലാത്ത നിലപാടാണ്. ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആളുമായിട്ടാണ് നമ്മൾ ഡീല് ചെയ്യണമെന്ന് ഓർത്തേക്കണം. ഡീൽ ഓർ നോട്ട് ഡീലാണ്. ഡീല് ചെയ്യണമെങ്കിൽ വെടിപ്പായിട്ട് ഡീല് ചെയ്യണം. അടിപൊളി ജീവിതമായിരിക്കും. മത്തായി 17:27 എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ഇതിനകത്ത് വലിയ വിഷയം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് ദൈവം സോ കോൺഷ്യസ് ആണ്. അതാണ് ഈശോ പറയണത്. വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ടേക്ക് ദ വേർഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാദം ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും, നിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും, നിതത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 16:14 അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിച്ചത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച്. ഇത് ഒരു ഡേഞ്ചറസ് സോണാണ് ശരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. അപ്പം നമ്മളവർക്ക് നല്ല കാര്യമല്ലേ, വരാനുള്ള കാര്യമൊക്കെ അറിയാമില്ല. അതല്ല പ്രശ്നം. നമ്മളെന്തെങ്കിലും പ്രകൃതം കാണിച്ചാലും ദൈവത്തിന് മുമ്പിൽ മുൻകൂർ റിസൾട്ടാവും. ഈ പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു വിഷയമാണിത്. നീ ഇന്ന് വലിയ ദൈവതിരുസന്നിധിയിൽ വലിയ ദൈവത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഒരു അഭ്യാസമൊക്കെ കാണിച്ച് നിന്നാലും നിന്നെക്കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇതൊരു പ്രശ്നമാണ് മക്കളെ. ഇത് ഭയങ്കര സീരിയസ് പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ
നമ്മളീ പല കാര്യങ്ങളും ചില ആൾക്കാർ ദൈവത്തിന് എന്താ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ കാണത്തില്ല, ചില ആൾക്ക് ഉമ്പ കളിച്ചു തന്നെ കാണാം. ഈ ആടൊക്കെ നടക്കണ പോലെ മുട്ട നിരങ്ങിയൊക്കെ പള്ളിക്കാരനെ നടക്കണല്ലേ, നേർച്ചയാണ് അവർ. ചില ആൾക്കാർ മുട്ടിട്ട് നിരങ്ങി പോണ കാണാം, ചില ആൾക്കാർ ഉരുണ്ടുരുണ്ടൊക്കെ പോണ കാണാം. ഈ അഭ്യാസങ്ങളും സർക്കസും എന്ത് കാണിച്ചാലും വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയാതിരിക്കത്തില്ല. അത് നിസ്സാരമാക്കല്ലത്. നീ ഇപ്പം പള്ളി കിടന്ന് ഉരുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിരങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഉമ്പ കളിച്ചെന്ന് വിചാരിച്ചോ, നീ ഇപ്പം വലിയ മുടങ്ങാതെ കുർബാനക്കൊക്കെ വരുന്നുണ്ട്, ഈ കുറേ നാളായിട്ട് നീ ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിലും നിന്നെ അസസ് ചെയ്യണത് നിൻ്റെ കൈയിരിപ്പ് വെച്ചുകൊണ്ടാണ്. അതെന്താണ്? വചനേതാണ് 16 16-14. ഇത് DTP ചെയ്ത് വേണമെങ്കിൽ അടുക്കള ഒട്ടിച്ച് വെച്ചോ. എന്താ സംഭവം? ഇത് നമ്മുടെ തലവിധിയാണ് ഈ സംഭവം. എന്താണ്? വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഇപ്പം നമ്മളെ നാളെ ഞാൻ ചില ആൾക്കാർ പറയുവേ, നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം, കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ. അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവ ചൈതന്യം ഇങ്ങനെ പോവും, എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും, പിന്നെ ഉയരും, ഇങ്ങനെ താഴും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേലില്ലെങ്കിലും എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞാൽ, കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് അനുഗ്രഹം കിട്ടിയാണെങ്കിൽ ദൈവത്തിന് കുടുംബ പ്രാർത്ഥന കൊണ്ട് എല്ലാ സാധനവും കേൾക്കുന്ന പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാര്യം മകന് ജോലി കിട്ടി, വീടൊക്കെ വെച്ച്, അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച്, ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ കൊച്ചുനാളെ കേൾക്കുകയാണ്, അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. അയ്യോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് വിഷയം. അത് എന്നുവെച്ചാൽ കാലാവസ്ഥകളിലെ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവത്തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്കാണെങ്കിൽ ചേടത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ വാരിക്കെട്ടിയൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സംഭവമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഈ ഭക്തി ഉണ്ടാകത്തില്ല, പ്രാർത്ഥന ഉണ്ടാകത്തില്ല. മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂല കുത്തിരിക്കണ കാണാം. ഇത്രയേ ഉള്ളൂ സാധനം. ഇങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ 8ന് പണി കിട്ടുകയും ചെയ്യും. എന്താ കാര്യം ചെറിയാവോ? അതായത് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ പക്ഷേ ഇത് വരവ് ഇത്തിരി പെശക് വരവാണി വരുന്നത്. ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടിയ കാര്യമാണ്. ആ നാന്താരിയല്ല. റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പീലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചിറ്റപ്പൻ, നിൻ്റെ ആൻറ്റി, നിൻ്റെ അങ്കിള്, ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട്. അത് പീലിപ്പോസ്. നമ്മൾ കുറേ പീലിപ്പോസുമാരുണ്ടാവും. കർത്താവ് പറഞ്ഞാൽ നിൻ്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയവരാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോഴേ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെൻറ്റ്, എന്നിട്ട് ഈ അസസ്മെൻറ്റിൻ്റെ അകത്ത് ഒരു ഐഡൻറ്റിറ്റി പറയുന്നുണ്ട്. കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. എന്താണ് അത്? ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ്, കർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. എന്താണെന്ന് വായിച്ചത്? യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രശ്നം വെച്ചാൽ യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ നാഥാനിയേലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച് നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത്, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്ത്. ഇവർ ആദ്യം ഇത് വെളിപാട് വരുന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരന് ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ്, യാക്കോബ് കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണം മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ. പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശു ക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോൾ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്? ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ്? കാപട്യമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഇതൊരു നമ്മുടെ വിശ്വസ്തത, ദൈവസ്നേഹം, ആനപൂന എന്നൊക്കെ പറയുന്നാലും അവസാനം വന്ന് ഇറങ്ങി നിൽക്കുന്നത് കാപട്യത്തിലാണേ. കപടത ഉൾക്കൊള്ളാൻ പറ്റാതെ, ഹിപ്പോക്രസി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം നീ അതാണ്, നീ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്. ഇപ്പം ചൂട് കൊടുക്കേണ്ട പാട്ട് ചൂട് കൊടുക്കും, തണുപ്പ് കൊടുക്കേണ്ട പാട്ട് തണുപ്പ് കൊടുക്കും. അങ്ങനെയല്ല. ഇപ്പോൾ ചിലരെന്ന് പറയുമ്പോൾ ഇപ്പോൾ രാഷ്ട്രീയക്കാരായാലും ശരി, ഇപ്പോൾ തന്നെ ഇവിടെ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഒരു മലയാളി നേഴ്സിന് ഹമാസ് വെടിവെച്ച് കൊന്നു, മിസൈൽ വീണ് ചത്ത്. അവർ മലയാളിയാണ്. അവിടെ ബോഡി ഇവിടെ വന്നപ്പോൾ ഈ അണ്ണന്മാരാരും പോയില്ലല്ലേ. അപ്പം മനുഷ്യത്വത്തെക്കാൾ ഉപരി അതേസമയം തന്നെ ഈ മലയാളി നേഴ്സിനെ ഇസ്രയേൽക്കാരാണ് എൻ്റെ മിസൈൽ വീണാണ് മരിച്ചെങ്കിലേ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഇവിടെ? മന്ത്രിയുടെ ഭാര്യയും മക്കളും എല്ലാം അവിടെ പോയി കിടന്ന് കരയണ കാണാം. അപ്പോൾ ഒരു മനുഷ്യത്തിനേക്കാൾ വലിയൊരു കാപട്യമുണ്ട് ഇതിരിക്കുക. അതുകൊണ്ടാണ് അതെല്ലാം എന്തിനു ബേസ് ചെയ്ത് പോകണതാണ്? മജോറിറ്റിയുടെ വോട്ടിനെ ബേസ് ചെയ്ത് പോകണതാണ്. മജോറിറ്റി വോട്ട് ബേസ് ചെയ്ത് പോകണതാണ്. അപ്പോൾ ഈ മജോറിറ്റി വോട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ വോട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർക്ക് ഒരു ദൈവവിശ്വാസിയാകാൻ വലിയ പാടായിരിക്കും. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇപ്പോൾ ക്രിസ്ത്യൻസാണ് ഇത് കാണിച്ചെങ്കിലും അവർ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങളുടെ വിഷയത്തിൽ ആ വിഭാഗത്തിൻ്റെ ജനാധിപത്യ ക്രമത്തിൽ അവിടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കാണിക്കണത്. എല്ലാവരും കാണിക്കണത്. ഇപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സുവിശേഷ വിഹിതമായി നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കും.
അതെന്തുകൊണ്ടാണ്? ഇസ്രയേലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ല. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യണത് ഹമാസ് സപ്പോർട്ട് ചെയ്യണതല്ലേ? എവിടെയാണ് സഭയുടെ ഒരു നിലപാട് നിങ്ങൾക്ക് അറിയാമല്ലോ. എവിടെയാണ് അനീതി കാണുന്നത് അവരെ നമ്മൾ ഇപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ രണ്ടും ഒരേ സമയം തന്നെ വിമർശിക്കപ്പെടേണ്ട രണ്ടുപേർക്ക് രണ്ട് വിഷയങ്ങളുണ്ടാവും. അതായത് ദൈവതിരുസന്നിധിയിൽ ഇതെല്ലാം സുവിശേഷം സ്വീകരിക്കേണ്ട ആവശ്യകതയാണ് കാലം വെളിവാക്കി തരണത്. ദൈവതിരുസന്നിധിയിൽ വൃത്തിമേനയോടെ ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാടെന്ന് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത്. ഭക്തി, അതായത് ദൈവസ്നേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ കാപട്യം നിഷ്കപടത എന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിലും കാപട്യം ഉണ്ടെങ്കിലും അക്സെപ്റ്റബിൾ അല്ല. യാക്കോബ് 1650 കൊല്ലം മുമ്പ് കാണിച്ച കാപട്യമാണ് ഈശോ നദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യണത്. അതിൻ്റെ അർത്ഥം ദൈവതിരുസന്നിധി സാധനം വെച്ച് പൊറുപ്പിക്കലെന്നാണ് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം. കാപട്യം ഉണ്ടാകരുതെന്ന്. നിങ്ങൾ നല്ല നിലപാടിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ കാപട്യം ഉണ്ടാകരുത്. എന്നാൽ തന്നെ നമ്മൾ 50% വിജയിച്ച് കർത്താവിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ. അവിടെ നിന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നല്ലേ. മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കിയേ, എന്താണെന്ന് നോക്കിയേ. ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. അപ്പം അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലേ? അതൊന്ന് വായിച്ചത്. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അപ്പൊ എങ്ങോട്ടാ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് മരുഭൂമി ചെന്നിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണിത്. ഉയർന്ന സ്ഥലങ്ങൾ, നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങൾ കാണും. ഒത്തിരി പേര് ആ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞാൽ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങളെ കാണും, എല്ലാവരെയും കാണും. അപ്പോൾ പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കും. കാപട്യം തന്നെ വഴിക്കാണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ഗാനം നല്ലോണം പാടുന്നൊരു വ്യക്തിയാണ്. അയാൾക്ക് നല്ല പേരുണ്ട് നാട്ടിൽ. അയാൾ അങ്ങനെ പറഞ്ഞു, ഒരു ബിഷപ്പിനോട് ഞാൻ 5 രൂപ ചോദിച്ച്, എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല, അതുകൊണ്ട് ഞാൻ സഭയിൽ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതാണ് അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷിക്കുത്തുണ്ടാവില്ല മനുഷ്യന്. അപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞതിന് മനസാക്ഷിക്കുത്തുണ്ടാവില്ല. അപ്പോൾ മനസാക്ഷിക്കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പുസാക്ഷിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. വല്ലവരും പോയി ബിഷപ്പുമാരോട് 5 രൂപ ചോദിക്കുക. അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ്, ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരമാണെന്ന് മനസ്സിലാണില്ലേ? അപ്പോൾ ഓരോരുത്തർ ഉയർന്നു കഴിയുമ്പോൾ, ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും. ഇതൊരു പ്രലോഭനമാണ്. അതാണ് ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ? ഉയർന്ന സ്ഥലത്ത് നിർത്തുന്നത് ഞാൻ പറയും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരോ ആണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കണമെന്ന് ഉറപ്പാണ്. എൻ്റെ മക്കളെ പേയ്മെൻറ്റാണ് ഇതെല്ലാം മുഴുവനും. അത് വെച്ച് നമ്മൾക്ക് അത് ദൈവദൃശ്യനെതിരെ അതും ശരി ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണമെന്ന് ദൈവത്തെടുത്ത് നടക്കത്തില്ല പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ
ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മളെ. പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത്? അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. മരുഭൂമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് വശത്താണ് നിൽക്കണമെന്നുള്ളതിന്, അല്ലാതെ രണ്ട് വില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഭയങ്കര നട്ടലോടുകൂടിയും ചങ്കുറപ്പോടുകൂടി എന്താണ് ദൈവദുരസന്നിധിയിൽ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള സംഭവമാണ്. നിലപാടുകളിലെല്ലാം പ്രത്യേകിച്ച് ഈശോയ്ക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, നീ ദൈവപുത്രനാണെങ്കിലെന്നില്ലേ. അത് ആദ്യത്തെ തന്നെയല്ലേ. ആദ്യത്തെ ഈ സ്റ്റാറ്റസിനെ തന്നെ ടോർപ്പിഡോ ചെയ്യുന്നുണ്ട്. എന്താണ്? നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയൂ. അപ്പം സ്വന്തം അപ്പം അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആണെന്ന് ആക്കി തീർക്കാൻ വേണ്ടി ഈശോ അത്ഭുതം കാണിക്കാൻ വേണ്ടിയുള്ള പ്രലോഭനമാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളെ ചില സമയത്ത് ഇതുപോലെ മറ്റുള്ളവർ നമ്മുടെ മേൽ ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുക. ചില സമയത്ത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ജീവശാസ്ത്ര പരിസരമുണ്ട്. അതുമൊക്കെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് കത്തോലിക്കിന് പ്രത്യേകിച്ച് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പെന്തക്കോസ്റ്റൽസും അങ്ങനെ തന്നെയാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പ്രാർത്ഥനാ ജീവിതമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാം, നമ്മുടെ കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അതാ. ഇപ്പം ആലപ്പുഴ ഞങ്ങളുടെ ഈ സൈഡിലെല്ലാം സന്യാസ സഭകളാണ്, മിഷണറിമാരല്ല ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശോ സഭക്കാരുടെ ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു. ആ ട്രെയിനിങ് പിന്നെ കിട്ടിയില്ല. ഡച്ചുകാർ വന്നപ്പോൾ ആ ട്രെയിനിങ് പോയി. അത് വേറൊരു ട്രെയിനിങ് ആയിരുന്നു. പിന്നീട് വന്നവർക്ക് കൂടുതൽ ഭക്തിക്കായും ആയിരിക്കും പ്രാധാന്യം വന്നത്. അതുപോലെ ഇപ്പോൾ ഈ മേഖലയിലുള്ളവരെല്ലാം വളരെ ഭക്തിക്കാരാണ്. പക്ഷേ ജീവിതത്തിലെ നിലപാടുകൾ വരുമ്പോൾ ഭക്തി വേറെ, നിലപാട് വേറെയായിട്ട് മാറും. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അഭിമുഖീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ യാക്കോബിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എന്ത് തേനും കട്ടയാണെന്ന് പറഞ്ഞാലും അസസ്മെൻ്റ് വരുമ്പോൾ യാക്കോബാണെന്ന് കർത്താവ് നോക്കത്തില്ല. നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന പോലുള്ള പരിപാടിയാണ്. കാപട്യമുള്ളവനെ കാപട്യമുള്ളവൻ തന്നെ പറയും. ബ്രാൻഡഡാണ് ആ സാധനം. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും സ്റ്റാറ്റസ് ലോയിങ് എപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്ത് വരണം. എൻ്റെ പ്രിയപ്പെട്ട ഈ മത്തായിയുടെ സുവിശേഷം 4:3, 4:9 ഇല്ലേ, അവിടെ എല്ലാം ഈ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഈശോയ്ക്ക് ജ്ഞാനസ്ഥാനത്തിൽ പിതാവ് സ്റ്റാറ്റസ് കൊടുത്തില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഡാമേജ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് പിന്നീട് നടക്കണതല്ല. ഈശോയെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ടോർപ്പിഡോ ചെയ്യുന്നത് മുഴുവനും, ലക്ഷ്യം വെക്കുന്നതും ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ഈശോയുടെ സ്റ്റാറ്റസിനെയാണ് ചെയ്യണം. ഈ സ്റ്റാറ്റസിന് ഡാമേജ് ആക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പ്രലോഭനങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മളുടെ ദൈവികമായ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിലുള്ള ലോകത്തിൻ്റെ സ്റ്റാറ്റസ്, ലോകം നൽകുന്ന സ്റ്റാറ്റസ് ക്രമേണ സബ്സൈഡ് ചെയ്യുന്നിടത്ത് വെച്ചാണ് ഒരു പ്രായോഗികമായ ഒരു സുവിശേഷ വിഹിതമായ ആധ്യാത്മികത രൂപപ്പെട്ടു വരുന്നത്. അതാണ് ഈ സ്റ്റാറ്റസ് ലോയിങ്ങിൻ്റെ ഉദ്ദേശം തന്നെ. ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ, ജോർദാൻ്റെ തീരത്തു നിന്നാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. നേരെ ഒരു പകലിൽ നിന്ന് വെളിച്ചത്തു നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു ഷിഫ്റ്റിങ്ങാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഷിഫ്റ്റിങ് ഉണ്ടാകും. 1 Corinthians 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇതിനുള്ള വീഴുപോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോലും ഈ തിരിച്ചടിയെ ഭയക്കുന്നുണ്ട്. ശരിക്കും ഞാനും ഭയക്കുന്നുണ്ട് എല്ലാവരും തന്നെ.
മറ്റുള്ള വചനം പ്രസംഗിക്കുന്നവർ തന്നെ, കാര്യം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തതാണ്. ക്രിസ്തുവിനെ പോലും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെ അറിയാമോ? അതായത് ക്രിസ്തു മനുഷ്യ ശരീരത്തിലല്ലേ, അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എല്ലാം സ്വന്തം തീരുമാനമായിരിക്കണമെന്നുണ്ടാവും. പിതാവിൻ്റെ സഹായം കൊണ്ട് ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു നാളെ ഒരിക്കലും ഒരു മോഡലാകത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, എന്താണ് ഈശോയുടെ വർത്തമാനത്തിലേക്ക് എല്ലാം വരുമല്ല, സ്വയം. മത്തായി 18:4 ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതിൻ്റെ വിഷയം നമ്മൾ ശിശു എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തന്നെ അച്ഛന്മാരെല്ലാം കൂടി ശിശു ആനയുടെ കൂനാണ്, ശിശു നിഷ്കളങ്കനാണ്, ആന, അതൊന്നും വല്ല പ്രശ്നവും. സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം, ശിശുവിനവിടെ പ്രാധാന്യമൊന്നും ഇല്ല. ശിശു ഒരു മോഡലാണ്, ടീച്ചിങ് എയ്ഡാണ്. അവിടുത്തെ മെയിൻ ഈശോ ഉദ്ദേശിക്കണത് എന്താണ്? ഈശോ ഉദ്ദേശിക്കണത് സ്വയം ചെറുതാകുക എന്നുള്ളതാണ്. സ്റ്റാറ്റസ് ലോയിങ്ങാ, അല്ല സാത്താൻ കൊണ്ടൊന്നും ചെറുതാക്കണമല്ല മറ്റുള്ളവർ, നമ്മൾ തന്നെ സ്വയം ബൈബിൾ ഭയങ്കര ഫിൽറ്ററിങ്ങാണ്. അതായത് മറ്റുള്ളവർ നമ്മൾ ചെറുതാക്കണമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട്. അതുകൊണ്ട് ഈശോ പരിത്യാഗം വരുമ്പോൾ സ്വയം എന്നുള്ള വാക്ക് ഈശോ ചേർക്കും. സ്വയം പരിത്യജിക്കണം എന്ന് പറഞ്ഞില്ലേ, മറ്റുള്ളവർ നിന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരിത്യജിപ്പിക്കണം അല്ലത്. എന്ത് രസം, ഇപ്പോൾ കൃപാസനത്തിൽ ചോദിച്ചിട്ടില്ലേ, സ്വാതന്ത്ര്യത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ അവിടെ കംപ്ലീറ്റ് തീരുമാനം ആ വ്യക്തിയുടേതായിരിക്കണം. ഈശോയും പറയുന്നുണ്ട്, ഈശോ പറയണത് എന്താ? ഈശോ എന്താ പറയണത്? സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഇപ്പം സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അതെടുത്ത് ആ ഭാഗം എടുത്ത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. മർക്കോസ് 8:34 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മർക്കോസ് 8:35 ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും, അതിനെ ഭദ്രമാക്കും. ഇപ്പം ആദ്യത്തെ വചനത്തിനാണ് ഇവിടെ പ്രാധാന്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വചനം വായിച്ചേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പം അതായത് ഈശോയുടെ വാക്കിൻ്റെ അകത്തെല്ലാം ഈ സ്വയം എന്നുള്ള സംഭവം കയറി വരുന്നുണ്ട്. തീരുമാനം എപ്പോഴും സ്വന്തമായിരിക്കണമെന്ന്, മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അല്ലെന്ന് ആയിരിക്കരുതെന്ന്. അതാണ് ഈ ശിശുവിനെ 18:4 വായിച്ചില്ലേ നമ്മൾ മത്തായി? എന്താണത്? ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ്. അപ്പം ശിശുവിനല്ല പ്രാധാന്യം, സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം, സ്വയം ചെറുതാകാൻ. അപ്പോൾ ഈ ഈശോയ്ക്ക് കൊടുത്ത പ്രലോഭനം അതുതന്നെയാണ്. എന്താണ്? ഇവനെൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞ് സ്വയം ചെറുതാകാൻ പറഞ്ഞ്. അതിനാണ് മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുന്നത്, സ്വയം ചെറുതാകാൻ. അവിടെ വായി നോക്കി ആ പലുതാക്കാത്ത വന്ന് ഓരോ കാര്യം പ്രലോഭനം പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ കൊച്ചാക്കി നോക്കും. പല രീതി കല്ലപ്പം ആകുക, ഇങ്ങനെയുള്ള തരികടപ്പെടുകയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെല്ലാം കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ദൈവപുത്രനാണെന്നുള്ളത് ഒരു ആട്രിബ്യൂഷൻ അല്ല, അത് യേശു സ്വയം ആർജിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പ്രലോഭനത്തിലൂടെ ജയിച്ചിരിക്കുന്നതാണ്. ജയിച്ചു കഴിയുമ്പോൾ പറയാൻ എന്താണെന്നറിയാമോ? അവൻ ആത്മാവി ശക്തിപ്പെട്ട് ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് യൂദയയിലേക്ക് വന്നു. അപ്പം നിന്നെ മരുഭൂമി കൊണ്ടുപോയതും സ്റ്റാറ്റസ് ലോ ചെയ്യാൻ നോക്കിയതും എന്തിനു വേണ്ടിയാണ്? ആത്മാവിനെ ശക്തിപ്പെടും. ദൈവവേദനെ നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം ദൈവം, മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തിപ്പോണം ദൈവം ഉദ്ദേശിക്കേണ്ട ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. മനോഹരമാണ് സുവിശേഷം.
എന്നെയും നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മരുഭൂമിയിലൂടെ കൊണ്ടുപോകുന്നത്. മരുഭൂമി നടക്കണത് എന്താണ്? ദൈവപുത്രൻ എന്നുള്ള നിൻ്റെ സ്റ്റാറ്റസ്, എവിടെയാണ് നിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണത്, അന്ന് നീ മരുഭൂമിയിലാണെന്ന് ഓർക്കണം. നീ മരുഭൂമിയിലാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നീ ആത്മാവ് ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് സത്യം. ഇതാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഗംഭീര പ്രോസസ്സിങ്ങാണ്. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താ അവരുടെ പേരെന്നാ, കവിത വെട്ടിയാറിൽ നിന്ന്. കവിത എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യനാണ്. പക്ഷെ അവർ നോൺ ക്രിസ്ത്യൻ ആണെങ്കിലേ അവരുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത് അവരിതുപോലെ ഒക്കെ കുറേ പ്രോബ്ലംസാണ്. ഒന്ന്, അവർക്ക് ഒരു സ്ഥലമുണ്ട്. പക്ഷേ രണ്ട് പറമ്പ് ആ പറമ്പിലേക്ക് വഴിയില്ല. അതാണ് പ്രശ്നം. വിൽക്കാനും പറ്റത്തില്ല, പൊറുക്കാനും പറ്റത്തില്ല. അപ്പം ഇവിടെ ഉടമ്പെടുക്കാൻ നേരത്ത് കവിത, കർത്താവേ വിൽക്കാനും പറ്റണില്ല, പൊറുക്കാനും പറ്റണില്ല എന്ന് എഴുതി. അതെ. അപ്പോൾ ഇവർ വഴി കൊടുത്താൽ മതി, പക്ഷെ കൊടുക്കത്തില്ല. വർഷങ്ങളോട് ചോദിക്കുന്നതാണ്, കിട്ടണില്ല. ഇവളുടെ ആസ്തി എന്താണ്? ഇവളുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്കപടതയാണ്. കർത്താവിൻ്റെ തിരുസന്നിധി എടുത്ത ഉടമ്പടിയിൽ ഈ കവിതയുടെ സാക്ഷ്യം കേൾക്കാൻ നല്ല രസമാണ്. കവിത ഒരു ദിവസം ഒരു പള്ളിയുടെ വാങ്ങി കൂടി പോവുകയാണ് രാത്രി. അപ്പോഴുണ്ട് പെരുമഴയത്ത് 2 കെട്ട് കൃപാസനം പത്രം കിടന്ന് കുതിർന്ന് കിടക്കണം. അപ്പോൾ ഇവർ ആ 2 പത്രം വെള്ളത്തിൽ നിന്ന് എടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് ഉണക്കി പഴയതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇവൾ ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന് നിഷ്കാപട്യം പിടികിട്ടി. ഇരുട്ടത്ത് കിട്ടിയ പത്രമല്ലേ, ഇവിടെ ചവിട്ടിപ്പോയാലും ആര് തിരക്കാനാണ്? അത് ഓർക്കണം. ക്രിസ്ത്യൻ പള്ളിയുടെ വാതിക്ക് ക്രിസ്ത്യൻ പത്രം മഴയത്ത് കിടന്ന് രാത്രി നനയുകയാണ്. ഒരു നോൺ ക്രിസ്ത്യൻ ആ പത്രം എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ഉണക്കുകയാണ്. ഇവിടെയാണ് ക്രിസ്ത്യൻസ് പണി മേടിക്കണത്. അത് വെച്ച ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൃപാസന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? അത് ആൾക്കാരെ കൊടുക്കേണ്ടത് കൊണ്ടുവന്ന് ഇട്ട് അവിടെ നിന്ന് പറന്നു പോകുകയൊക്കെ ഇതിനെ വെള്ളത്തിൽ വീണിട്ടുള്ളത്. അവിടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി ആണ് ഈ പത്രം അവിടെ അനുഭവങ്ങളിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ് പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല മതം മാറ്റമൊന്നുമല്ല, അത് ബോധമില്ലാത്തവന്മാർ പറയണ അതല്ല. ക്രിസ്തു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ആ നിത്യതയിലും ഇഹത്തിലും പരത്തിലും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അവകാശമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ. പക്ഷേ അതേസമയം തന്നെ ഈ വിഷയം എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം ക്രിസ്ത്യൻ പള്ളി ഇരുട്ടത്ത് മഴയത്ത് കിടന്ന് നനഞ്ഞ ഈ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് തേച്ച് കൊണ്ടു കടന്ന് എല്ലാ വീട്ടിലും കൊടുക്കുകയാണ്. ഈ ആളിനോട് ദൈവം എന്ത് ചെയ്യണം? ദൈവം ചെയ്യാനുള്ള മാക്സിമം ചെയ്ത് എന്ത് ചെയ്യുന്നറിയാമോ? പിറ്റേ ദിവസം ഈ 2 വീട്ടുകാരും വർഷങ്ങളായിട്ട് വഴി കൊടുക്കാത്ത 2 വീട്ടുകാരും ഇവിടുത്തെ വീട്ടിൽ വന്നേച്ചും പറഞ്ഞ് ഞങ്ങൾ സ്ഥലം കൊടുക്കാൻ പോകണം, നിനക്ക് വഴി വേണ്ടതെന്നും പറഞ്ഞ് 6 മീറ്റർ വഴി നീളത്തിലുള്ള വഴി 2 പേരും കൂടി ഇവിടെ കൂടുതലും പോയി. അതാ വിഷയം. കാപട്യമില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഡീലിങ് നമ്മൾ ദൈവത്തോട് നടത്തി. ഇപ്പം നമുക്കെല്ലാം പറ്റുന്ന വിഷയം വെച്ചാൽ ദൈവം ആദ്യം അത്ഭുതം കാണിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്ക് അത് കാപട്യമാണ്. ദൈവം ആദ്യം അത്ഭുതം കാണിച്ചിട്ട് നീ ഉടുത്ത് കെട്ടി ഇറങ്ങാമെന്ന് പറയണതിന് പിന്നിൽ ഒരു കാപട്യമുണ്ട്. ഇത് ദൈവം വെച്ച് പൊറപ്പിക്കത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രീതി എന്നാണ് വെച്ചത്, കർത്താവ് ചെയ്യാനുള്ളത് ആദ്യമേ ചെയ്തു കഴിഞ്ഞു. കുരിശിലെ മരണവും വീണ്ടെടുപ്പും. ഇനി നമ്മുടെ ഓപ്ഷൻസാണെല്ലാം.
അത് കർത്താവിൻ്റെ പീഡാനുഭവത്തിലുള്ള പ്രഖ്യാപനമായാലും ഉയർപ്പിലുള്ള വിശ്വാസമായാലും വരെയുള്ള കാത്തിരിപ്പായാലും എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല ഇനിയും ദൈവം ചെയ്യട്ടെ എന്നതിന് ലോജിക്ക്, അതിനകത്ത് ലോജിക്കില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും ഞാൻ അച്ഛൻ്റെ വർത്തമാനമൊക്കെ നിങ്ങൾ മക്കൾ കേട്ടതിന് ശേഷം, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിത് പൊളിച്ചെഴുതണം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് അനുകൂലമായ രീതിയിൽ പൊളിച്ചെഴുതി നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ വലിയ കൃപ ധരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈ സമയത്തിലൂടെ നീളം ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ആത്മാവിൽ ഞങ്ങളെ വഴി നടത്തിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഈശോ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു ഈശോ നാമത്തിൽ. അപ്പാ, സ്വർഗീയപ്പ, അങ്ങേ പുത്രൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്തിന് കാഴ്ച നൽകിയവനെ, ഈശോ ചെകിടിന് കേട് നൽകിയവനെ, ഈശോ ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവെ മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനും ഉയർപ്പിച്ചവനെ, അങ്ങനെ തിരുമുറുപാടുന്ന വലതുകരം അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോഴേ ഈശോ ചില സ്ഥലങ്ങളിലേക്ക് മുഴ പോലെ വന്ന് ക്യാൻസർ പോലെ നിൽക്കുന്ന സ്ഥലങ്ങളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മലദൂരത്ത് ക്യാൻസർ ഉള്ളവരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ രോഗങ്ങളും കർത്താവ് വളരെ സങ്കടപ്രദമായ അനുഭവങ്ങളുള്ളവരെ അങ്ങനെ സ്പർശിക്കണമേ. ഈശോ നടുവേദന സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മനുഷ്യന്മാരുടെ സങ്കടകരമായ രോഗാവസ്ഥകളെ, നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്ത ദൈവവചനം അനുസരിച്ച് കർത്താവ് അനേകം മക്കളുടെ രോഗങ്ങൾ നീ ഓരോ ദിവസവും ഏറ്റെടുക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. കക്ഷത്തെ കുരുക്കളും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, കൈകാലുകൾ കുഴഞ്ഞ് കർത്താവെ സ്വാധീനമില്ലാതിരിക്കുന്നവരെ അടിപ്പിണർ പോലെ കർത്താവെ വൈദാഘാലം പോലെ ദൈവികമായ ശക്തി അവരൊക്കെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. നടുവേദനയുള്ളവർ കർത്താവെ, പിൻകഴുത്തിൽ മുഴ പോലെ ഇരിക്കുന്നവർ കർത്താവിൻ്റെ തിരുമുറുപാട് വലത്ത് കർത്താവ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത സ്പർശിക്കണേ കർത്താവെ. മൊബിലിറ്റി ഇല്ലാത്തവർ, കൗണ്ടില്ലാത്തവർ കർത്താവെ, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവർ ഈശോയെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മക്കൾ ഈശോ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവ് ഫ്ലൈറ്റ് ഡിലേ ഉള്ളവരുണ്ട് ഈശോയെ, അതിന് ടിക്കറ്റ് കിട്ടാത്തവരുണ്ട് ഈശോയെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു വരാനോ തിരികെ പോകാനോ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ, നാട്ടിൽ വന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ, അവരെ സ്വർത്തയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. എന്ത് വിഷയമായാലും ഈശോയെ, അതിന് മേലെല്ലാം ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിരിക്കുന്നു. സമസ്തവും കർത്താവെ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നാണ് ചെയ്തൊക്കെ ദൈവത്തിനെ അനുസ്മരിച്ചുകൊണ്ട് അടിയാൻ പ്രാർത്ഥിക്കുന്നു. സകലമാന ജീവിത ദുരിത തടസ്സങ്ങളും യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിക്കൊണ്ട് ദൈവം നാം മഹത്വപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ, ജോലിയില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെളിച്ചമില്ലാത്തവരെ, കർത്താവേ പലതരത്തിൽ പരീക്ഷകൾ എഴുതിയതിന് ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വന്ന റിസൾട്ടിൽ കർത്താവെ അവർക്കുണ്ടായിരിക്കുന്ന ആവശ്യമായ യോഗ്യതയില്ലെങ്കിൽ അത് നടപടിക്രമങ്ങൾ എത്രയും വേഗം കർത്താവെ അവർ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളോർത്ത് വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും ഓട്ടിസം പോലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി രോഗികളുള്ളവരുടെ മേൽ അടിപ്പഴ പോലെ വൈതാക്കണം പോലെ ദൈവികമേ കർത്താവ് ദൈവികമായ ശക്തി ഓട്ടിസം രോഗികൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ശക്തി പ്രാർത്ഥനയിലും ആരാധനയും ശക്തിയാൽ ഹൈപ്പർ ആക്ടിവിറ്റിയിലെ കുഞ്ഞുങ്ങളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാമനോരോഗികളും മദ്യപാനാസക്തികളാൽ വിഷമിക്കുന്നവരും പല പോസ്കോ കേസ് മൂലം കേസിലൊക്കെ അപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് മനസ്സാന്തരത്തിനുണ്ടാകുകയും അത് വിടൂരുണ്ടായാലും പൊതുജീവിതത്തിലേക്ക് അവരെ തിരികെ വരുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അറിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ജോലിയില്ലാത്ത സ്ഥലത്ത് പ്രാർത്ഥന ചെയ്യേ, സാമ്പത്തിക ബാധ്യതകളും ജപ്തി നടപടികളും നേരിടുന്നവരെ സ്ഥലത്ത് പ്രാർത്ഥന ചെയ്യേ, വിവാഹത്തിൽ പിരിഞ്ഞു നിൽക്കുന്നവരെ സ്ഥലത്ത് പ്രാർത്ഥിച്ചോ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വർഷങ്ങളായി ഞങ്ങൾ നടത്തുന്ന ആരാധനയിലും അതിനേക്കാളുപരി ജോബ്മാല റാലിയിലും കർത്താവെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ കർത്താവെ അവിടെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുമെന്ന് ഓർത്ത് പേടിക്കുന്നവരും എൻ്റെ കർത്താവ് എല്ലാ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഓപ്പറേഷൻ നേരിടുന്നവരെ, ആശുപത്രി ഓപ്പറേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷനിൽ ആശുപത്രി കഴിയുന്നവർ കർത്താവെ, ഇനിയും ടെസ്റ്റുണ്ട്, റീ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ വേദനിച്ച് കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ടെസ്റ്റിന് ഓരോരോ ടെസ്റ്റിന് ശരീരത്തിന് ഓരോ ഭാഗങ്ങൾ കൊടുത്തിട്ട് ടെസ്റ്റ് കുഴപ്പത്തിലാകുമെന്ന് ഓർത്തിന് ആദ്യം കൊണ്ട് വേദനിക്കുന്നവരുടെ വേദനകൾ ഞാൻ പ്രാർത്ഥനയായി അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, തെറ്റായ ബന്ധങ്ങളിലും പ്രണയത്തിൽ ചെന്ന് അകപ്പെട്ടിട്ട് തല ഉയരാൻ പറ്റാതിരിക്കുന്ന കുടുംബ സമാധാനം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ പോയിരിക്കുന്ന അവസ്ഥകൾ കർത്താവെ, കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ.